ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു കറണ്ട് അഫെയർ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് സെപ്റ്റംബർ മാസത്തെ ഇതുവരെയുള്ള എല്ലാ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പേ നമ്മൾ ഓഗസ്റ്റ് മാസത്തെ മുഴുവൻ കറണ്ട് അഫെയർ ക്ലാസ്സും ചെയ്തിരുന്നു. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ നമ്മൾ വളരെ എഫേർട്ട് എടുത്താണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഇപ്പം തീരെ വളരെ കുറവാണ്. മാക്സിമം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണേ. അതുപോലെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. സെപ്റ്റംബർ മന്ത് കറണ്ട് അഫയേഴ്സ്, അതായത് സെപ്റ്റംബർ മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാതയാകുന്നത് ഏതാണ്? ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി പാതയാണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാതയാവുന്നത് എവിടെയാണ്? ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി പാതയാണ് വരുന്നത്. ഇത് നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിൽ നിന്ന് വയനാട് ജില്ലയിലോട്ട് കടക്കുന്നതിനുള്ള ഇപ്പം ഏക മാർഗ്ഗം എന്താണ്? കോഴിക്കോട് ചുരം കയറിയല്ലേ, താമരശ്ശേരി ചുരം കയറിയല്ലേ വയനാട്ടിലോട്ട് പോകുന്നത്. അതിനൊരു പ്രതിവിധി എന്ന രീതിയിൽ ഒരു ഇരട്ട തുരങ്കപാത വരുവാണ്. അപ്പം നമുക്ക് ആ ചുരം കയറുന്ന ടൈമും കാര്യങ്ങളും എല്ലാം കുറയ്ക്കാൻ പറ്റും. എളുപ്പം തന്നെ വയനാട്ടിലോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. അപ്പോൾ എന്താണത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാതയാകുന്നത് എവിടെയാണ്? ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി പാത കേട്ടോ. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി പാത. ക്ലിയർ ആണേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 2025 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ സഖ്യത്തെ നയിക്കുന്നതാരാണ്? നീരജ് ചോപ്രയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2025 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ സഖ്യത്തെ നയിക്കുന്നതാരാണ്? നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്ര. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ട യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് റിപ്പോർട്ട് പ്രകാരം ഒന്നാമതെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ട യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് റിപ്പോർട്ട് പ്രകാരം ഒന്നാമതെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. കേരളം പഠിക്കണേ. അടുത്ത ചോദ്യം നോക്കാം. 38ാമത് കേരള സയൻസ് കോൺഗ്രസ് 2026 വേദി ഈയിടയ്ക്ക് പ്രഖ്യാപിച്ചിരുന്നു. എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. 38ാമത് കേരള സയൻസ് കോൺഗ്രസ് 2026 വേദി എവിടെയാണ്? കൊച്ചിയാണ്. കൊച്ചി. അടുത്ത കറണ്ട് അഫയേഴ്സിലോട്ട് പോകാം. 2025 രമൺ മാഗ്സസെ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംഘടന ഏതാണ്? എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയേറിയൊരു കറണ്ട് അഫയർ പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. 2025 രമൺ മാഗ്സസെ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംഘടന ഏതാണ്? എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി കേട്ടോ. അതുപോലെ തന്നെ രമൺ മാഗ്സസെ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സംഘടനയാണ് ഈ എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി എന്ന സംഘടനയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പിന്നാക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സന്നദ്ധ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി എന്ന് പറയുന്ന സംഘടന. ഞാൻ ഒന്നുകൂടെ പറയാം. 2025 രമൺ മാഗ്സസെ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംഘടന ഏതാണ്? എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. രമൺ മാഗ്സസെ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി എന്ന് പറയുന്ന സംഘടന. ഈ സംഘടനയുടെ ലക്ഷ്യം എന്താണ്? പിന്നാക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സന്നദ്ധ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി എന്ന് പറയുന്ന സംഘടന. ക്ലിയർ ആണേ? അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ വയനാട് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഗവേഷകർ പുതിയതായി കണ്ടെത്തിയ കിഴങ്ങ് വർഗ്ഗം ഏതാണ്? ഡയോറിയ ബാലകൃഷ്ണനിയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. കേരളത്തിലെ വയനാട് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഗവേഷകർ പുതിയതായി കണ്ടെത്തിയ കിഴങ്ങ് വർഗ്ഗം ഏതാണ്? ഡയോറിയ ബാലകൃഷ്ണനി. ഡയോറിയ ബാലകൃഷ്ണനി. അടുത്ത പോയിന്റ് നോക്കാം. കേന്ദ്ര ഊർജ മന്ത്രാലയം പുറത്തിറക്കിയ 2024 സംസ്ഥാന ഊർജ കാര്യക്ഷമതാ സൂചികയിൽ SCEI ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. അപ്പോൾ പഠിച്ചു നോക്കണം. കേന്ദ്ര ഊർജ മന്ത്രാലയം പുറത്തിറക്കിയ 2024 സംസ്ഥാന ഊർജ കാര്യക്ഷമതാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയാണ്. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുത്തത്
ആരെയാണ്? CP രാധാകൃഷ്ണനെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുത്ത ആരാണ്? CP രാധാകൃഷ്ണനെയാണ്. തെരഞ്ഞെടുപ്പിലൂടെയാണ്. B സുദർശൻ റെഡ്ഡി ആയിരുന്നു ഇന്ത്യ സഖ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. അദ്ദേഹത്തെ തോൽപ്പിച്ചാണ് CP രാധാകൃഷ്ണൻ NDA സ്ഥാനാർത്ഥി ജയിച്ച് ഉപരാഷ്ട്രപതി ആയത് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുത്ത ആരാണ്? CP രാധാകൃഷ്ണനാണ്. ഈ CP രാധാകൃഷ്ണൻ തമിഴ്നാട് സ്വദേശിയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള 3ാമത്തെ ഉപരാഷ്ട്രപതി കൂടിയാണ് CP രാധാകൃഷ്ണൻ. ക്ലിയർ ആണേ? കേന്ദ്ര വനിതാ കമ്മീഷൻ പുറത്തിറക്കിയ നാഷണൽ ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഇൻഡെക്സ് ഓൺ വുമൺ സേഫ്റ്റി പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? കോഹിമയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. കേന്ദ്ര വനിതാ കമ്മീഷനാണ്. കേന്ദ്ര വനിതാ കമ്മീഷൻ പുറത്തിറക്കിയ നാഷണൽ ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഇൻഡെക്സ് ഓൺ വിമൻ സേഫ്റ്റി പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? കോഹിമയാണ്. അപ്പം ഇന്ത്യ വനിതകൾക്ക് ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? കോഹിമ പഠിച്ചു വെക്കണേ. കോഹിമ. അടുത്ത ചോദ്യം, രാജ്യാന്തര നാണയനിധിയുടെ IMF ഇന്ത്യയിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായതാരാണ്? ഊർജിത് പട്ടേൽ. രാജ്യാന്തര നാണയനിധി അഥവാ IMF ഇന്ത്യയിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായതാരാണ്? ഊർജിത് പട്ടേലാണ് നിയമിതനായത്. അതായത് IMFൻ്റെ ഇന്ത്യയിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായതാരാണ്? ഊർജിത് പട്ടേൽ. ബൈറാബി സൈരംഗ് റെയിൽവേ ലൈൻ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മിസോറാമാണ്. ഇത് അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു നരേന്ദ്രമോദി കേട്ടോ, ഈ മാസം തന്നെ, സെപ്റ്റംബർ മാസം. അപ്പോൾ ഒന്നുകൂടെ പറയാം, ബൈറാബി സൈരംഗ് റെയിൽവേ ലൈൻ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? മിസോറാമാണ് കേട്ടോ. ബൈറാബി സൈരംഗ് റെയിൽവേ ലൈൻ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മിസോറാം. മദർ മേഴ്സി കംസ് ടു മീ ബുക്കിൻ്റെ രചയിതാവ് ആരാണ്? അരുന്ധതി റോയാണ്. അരുന്ധതി റോയ് അടുത്തിടെ രചിച്ച ഒരു പുസ്തകമാണ് മദർ മേഴ്സി കംസ് ടു മീ ബുക്കിൻ്റെ രചയിതാവ് ആരാണ്? അരുന്ധതി റോയ്. 2025-26 സാമ്പത്തിക വർഷപാദത്തിൽ ഏപ്രിൽ മുതൽ ജൂൺ 2025 വരെയുള്ള ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്രയാണ്? 7.8% ആണ്. 7.8% GDP വളർച്ചാ നിരക്ക്. ഒന്നുകൂടെ പറയാം, 2025-26 സാമ്പത്തിക വർഷപാദത്തിൽ ഏപ്രിൽ മുതൽ ജൂൺ 2025 വരെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്രയാണ്? 7.8%. 7.8% GDP വളർച്ചാ നിരക്ക് കേട്ടോ. പഠിച്ചു വെക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കും. അടുത്ത ചോദ്യം, ഡിജിറ്റൽ ഗവേണൻസിൽ ജനങ്ങൾ നേരിടുന്ന തടസ്സങ്ങൾ പരിഹരിച്ച് സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നമ്മുടെ കേരളം ഡിജിറ്റൽ പദ്ധതി കേട്ടോ. അപ്പോൾ അടുത്തിടെ ഡിജിറ്റൽ ഗവേണൻസിന് ജനങ്ങൾ നേരിടുന്ന തടസ്സങ്ങൾ പരിഹരിച്ച് സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് നമ്മുടെ കേരളം പദ്ധതി. കേരളത്തിൽ നിന്ന് ആദ്യമായി ഉഗാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കുരുമുളക് തൈ ഇനങ്ങൾ ഏതൊക്കെയാണ്? കരിമുണ്ട പന്നിയൂർ കേട്ടോ. കരിമുണ്ട പന്നിയൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്തതാണ്, അപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കേരളത്തിൽ നിന്ന് ആദ്യമായി ഉഗാണ്ടയിലേക്ക്, നോട്ട് ചെയ്തോണേ, കേരളത്തിൽ നിന്ന് ആദ്യമായി ഉഗാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്ത കുരുമുളക് തൈ ഇനങ്ങൾ ഏതൊക്കെയാണ്? കരിമുണ്ട പന്നിയൂർ. അടുത്ത് നോക്കാം, ഇന്ത്യയിൽ 2024-25 വർഷത്തിൽ സമുദ്രോൽപാദന കയറ്റുമതിയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിൽ 2024-25 വർഷത്തിൽ സമുദ്രോൽപാദന കയറ്റുമതിയിൽ, നോട്ട് ചെയ്തോണേ, സമുദ്രോൽപാദന കയറ്റുമതിയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഒന്നുകൂടെ പറയാം, ഇന്ത്യയിൽ 2024-25 വർഷത്തിൽ സമുദ്രോൽപാദന കയറ്റുമതിയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യം നോക്കാം, വെന്നീസ് ഫിലിം ഫെസ്റ്റിവലിൽ ഒറിസോണ്ടി വിഭാഗത്തിൽ മികച്ച സംവിധാനത്തിനുള്ള അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? അനുപർണ റോയാണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണം, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇന്ത്യക്കാരി ആയതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കണം. വെന്നീസ് ഫിലിം ഫെസ്റ്റിവലിൽ ഒറിസോണ്ടി വിഭാഗത്തിൽ മികച്ച സംവിധാനത്തിനുള്ള അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? അനുപർണ റോയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. ISRO വികസിപ്പിച്ച ആദ്യ ഇന്ത്യൻ നിർമ്മിത മൈക്രോചിപ്പ് ഏതാണ്? വിക്രം 32 ആണ്. അപ്പോൾ അടുത്തിടെ ISRO വികസിപ്പിച്ച ആദ്യ ഇന്ത്യൻ നിർമ്മിത മൈക്രോചിപ്പ് ഏതാണ്? വിക്രം 32.
2025 US ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയതാരാണ്? കാർലോസ് അൽക്കാരസ് ആണ് കേട്ടോ. സ്പെയിനാണ് സ്വദേശം. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2025 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. സ്പെയിനുകാരനാണ് കാർലോസ് അൽക്കാരസ് കേട്ടോ. പഠിച്ചു വെക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. US ഓപ്പൺ ടെന്നീസിനെ കുറിച്ചൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പം ഉറപ്പായിട്ടും ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയേറിയൊരു കറണ്ട് അഫെയർ പോയിൻ്റാണത്. ഒന്നുകൂടെ പറയാം, 2025 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? കാർലോസ് അൽക്കാരസ്. സ്വദേശം എവിടെയാണ്? സ്പെയിനാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമായ ജനസു തുരങ്കം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. പഠിച്ചു വെക്കണം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമായ ജനസു തുരങ്കം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡാണ്. നമ്മൾ ചെനാബ് പാലമൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ചെനാബ് പാലത്തെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് ഈ അടുത്ത് നടന്ന ഒരുപാട് പരീക്ഷകളിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അപ്പോൾ ഇനിയിപ്പം ചോദിക്കാൻ സാധ്യതയുള്ളൊരു തുരങ്കമാണ് ജനസു തുരങ്കം. അതും റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടാണ്, ചോദിക്കും. അപ്പോൾ പഠിച്ചു വെക്കണം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ജനസു തുരങ്കം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. ജനസു തുരങ്കം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ജനസു തുരങ്കത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഒന്ന് പഠിച്ചു വെക്കണം, 14.57 കിലോമീറ്റർ ആണ് കേട്ടോ. 14.57 കിലോമീറ്റർ ആണ്. ഋഷികേഷ് കർണപ്രയാഗ് റെയിൽവേ പദ്ധതിയുടെ ഭാഗമാണ് ഈ ജനസു തുരങ്കം. ഋഷികേഷ് കർണപ്രയാഗ് റെയിൽവേ പദ്ധതിയുടെ ഭാഗം. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമായ ജനസു തുരങ്കം, നോട്ട് ചെയ്തോണേ, ജനസു തുരങ്കം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ജനസു തുരങ്കത്തിൻ്റെ നീളം എത്രയാണ്? 14.57 കിലോമീറ്റർ ആണ്. ജനസു തുരങ്കം ഋഷികേഷ് കർണപ്രയാഗ് റെയിൽ പദ്ധതിയുടെ ഭാഗമാണ്. ഈ ജനസു തുരങ്കം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമാണ് ജനസു തുരങ്കം. ക്ലിയർ ആണ്? അടുത്തത് 2025 സെപ്റ്റംബറിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയ 26ഓളം സോഷ്യൽ മീഡിയ സൈറ്റുകൾ നിരോധനം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ജെൻസി പ്രക്ഷോഭം ആരംഭിച്ച രാജ്യം ഏതാണ്? നേപ്പാളാണ് കേട്ടോ. അപ്പം 2025 സെപ്റ്റംബറിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയ 26ഓളം സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകൾ നിരോധിച്ചതിനെ തുടർന്ന് ജെൻസി പ്രക്ഷോഭം ആരംഭിച്ച രാജ്യം ഏതാണ്? നേപ്പാളാണ് കേട്ടോ. നേപ്പാളാണ്. അതുപോലെ തന്നെ കണക്ട് ചെയ്തോണം, ജെൻസി പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച നേപ്പാൾ പ്രധാനമന്ത്രി ആരാണ്? KP ശർമ്മ ഓലിയാണ് കേട്ടോ. അപ്പോൾ ജെൻസി പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച നേപ്പാൾ പ്രധാനമന്ത്രി ആരാണ്? KP ശർമ്മ ഓലിയാണ്. നമ്മൾ അടുത്ത സംസ്ഥാനമായതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ ജെൻസി പ്രക്ഷോഭം എന്ന് പറയുമ്പോൾ യുവാക്കളുടെ പ്രക്ഷോഭമാണ്. ജെൻസി എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. 1997-നും 2012-നും ഇടയ്ക്ക് ജനിച്ചവരെയാണ് ജെൻസി എന്ന് പറയുന്നത് കേട്ടോ. യുവതിയുവാക്കളെയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2025 സെപ്റ്റംബറിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയ സൈറ്റുകൾ നിരോധനം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ജെൻസി പ്രക്ഷോഭം ആരംഭിച്ച നമ്മുടെ അയൽരാജ്യം ഏതാണ്? നേപ്പാളാണ്. ജെൻസി പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച പ്രധാനമന്ത്രി ആരാണ്? KP ശർമ്മ ഓലിയാണ് കേട്ടോ. KP ശർമ്മ ഓലിയാണ്. ഏകദേശം 22ഓളം പേരോളം അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം മരിക്കുകയൊക്കെ ഇടയുണ്ടായ ഒരു വലിയൊരു കലാപമായിരുന്നു ജെൻസി പ്രക്ഷോഭം കേട്ടോ. അടുത്ത ചോദ്യം, ചൊവ്വയിൽ കണ്ടെത്തിയതിന് സമാനമായ ജെറോസൈറ്റ് ധാതു ഇന്ത്യയിൽ കണ്ടെത്തിയ പ്രദേശം ഏതാണ്? കച്ചാണ്. ഗുജറാത്തിലെ കച്ചിലാണ് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ചൊവ്വയിൽ കണ്ടെത്തിയതിന് സമാനമായ ജെറോസൈറ്റ്, നോട്ട് ചെയ്തോടെ, ചൊവ്വയിൽ കണ്ടെത്തിയതിന് സമാനമായ ജെറോസൈറ്റ് ധാതു ഇന്ത്യയിൽ കണ്ടെത്തിയ പ്രദേശം ഏതാണ്? കച്ച്. ഗുജറാത്തിലെ കച്ചിലാണ്. നമുക്കിനി അടുത്തതിലോട്ട് പോവാം. ഒരു മിനിറ്റ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, 2025 US ഓപ്പൺ വനിതാ വിഭാഗം. നമ്മൾ മുമ്പ് 2025 ഓപ്പൺ പുരുഷ സിംഗിൾസാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 2025 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്യാന സബലങ്കയാണ്. ബെലാറസുകാരിയാണ് ആര്യാന സബലങ്ക കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം, നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചോ. 2025 US പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. സ്പെയിൻകാരനാണ്. ഇവിടെ 2025 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? ആര്യാന സബലങ്കയാണ്. ബെലാറസുകാരിയാണ് ആര്യാന സബലങ്ക. രണ്ടാമത് കേരള ക്രിക്കറ്റ് ലീഗിൽ കിരീടം നേടിയതാരാണ്? രണ്ടാമത് കേരള ക്രിക്കറ്റ് ലീഗിൽ കിരീടം നേടിയത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ് കേട്ടോ. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ്. അപ്പോൾ ക്രിക്കറ്റ് ടൂർണമെൻ്റ് ആയിരുന്നു കേരളത്തിലെ. അതായത് രണ്ടാമത് കേരള ക്രിക്കറ്റ് ലീഗിൽ കിരീടം നേടിയത് ഏത് ടീമാണ്? കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ്. മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് ലഭിച്ചതാരാണ്? ടൊവിനോ തോമസ് ആണ്. ചിത്രം നരിവേട്ടയാണ്. നരിവേട്ട നമ്മളെല്ലാം കണ്ട സിനിമയായിരിക്കുമല്ലോ. ഒട്ടുമിക്ക നമ്മുടെ കൂട്ടുകാരും കണ്ടു കാണുമായിരിക്കുമല്ലോ നരിവേട്ട.
മുത്തങ്ങ സമരത്തെയൊക്കെ പശ്ചാത്തലപ്പെടുത്തിയുള്ളൊരു സിനിമയാണ് നരിവേട്ട. നല്ലൊരു സിനിമയാണ്. അപ്പം അതിനുള്ള അവാർഡാണ് ടൊവിനോ തോമസിന് ലഭിച്ചത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ്, മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ടൊവിനോ തോമസിനാണ്. ചിത്രം ഏതാണ്? നരിവേട്ടയാണ്. രാജ്യത്തെ ആദ്യ നഗരനയം രൂപീകരിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. രാജ്യത്തെ ആദ്യ നഗരനയം രൂപീകരിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം കേരളം. മൃഗസംരക്ഷണ ക്ഷീരമേഖലയ്ക്കായി സമഗ്ര ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? ഈസമൃത കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. മൃഗസംരക്ഷണ ക്ഷീര മേഖലയ്ക്കായുള്ള സമഗ്രമായ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? ഈസമൃത. സ്വദേശ് കോൺക്ലേവിന് ആറാമത് സ്വദേശ് സമ്മാൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഏത് സംഘടനയ്ക്കാണ്? കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ്, KSFക്കാണ് കേട്ടോ. അപ്പോൾ സ്വദേശ് കോൺക്ലേവിൻ്റെ 6ാമത് സ്വദേശ് സമ്മാൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിനാണ്, അഥവാ KSFക്കാണ്. ലോകത്ത് ആദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ച രാജ്യം ഏതാണ്? ചൈനയാണ് കേട്ടോ. പഠിച്ചു വെക്കണം. ലോകത്ത് ആദ്യമായി പന്നി കേട്ടോ, നോട്ട് ചെയ്തോണേ. ലോകത്ത് ആദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ച രാജ്യം ചൈനയാണ് കേട്ടോ. ചൈനയാണ്. അടുത്തിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ് കേട്ടോ. അപ്പോൾ കർണാടകയിലാണ്. ദേശീയ തെരഞ്ഞെടുപ്പല്ലേ, തദ്ദേശ തെരഞ്ഞെടുപ്പാണ് കർണാടകയിലെ. അപ്പോൾ ഒന്നുകൂടെ പറയാം. അടുത്തിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടകയാണ് കേട്ടോ. കർണാടക പഠിച്ചു നോക്കണേ. കർണാടകയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കും. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. ഗവൺമെൻറ് അംഗീകൃത ലൈസൻസ് ഇല്ലാതെ അമിത പലിശയ്ക്ക് പണം നൽകുന്നവരെ ലക്ഷ്യമിട്ട് അടുത്തിടെ പോലീസ് നടത്തിയ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ ഷൈലോക്ക് ആണ് കേട്ടോ. ഓപ്പറേഷൻ ഷൈലോക്ക് കേട്ടോ. അപ്പോൾ ഗവൺമെൻറ് അംഗീകൃത ലൈസൻസ് ഇല്ലാതെ അമിത പലിശയ്ക്ക് പണം നൽകുന്നവരെ ലക്ഷ്യമിട്ട് അടുത്തിടെ പോലീസ് നടത്തിയ പരിശോധനയുടെ പേരെന്താണ്? ഓപ്പറേഷൻ ഷൈലോക്ക് കേട്ടോ. ഷൈലോക്ക്, ഓപ്പറേഷൻ ഷൈലോക്ക്. നേപ്പാളിലെ ആദ്യ വനിതാ ഇടക്കാല പ്രധാനമന്ത്രി ആരാണ്? സുശീല കാർക്കെയാണ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു, ജൻസി പ്രക്ഷോഭത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് നമ്മുടെ ആരാണ്? KP ശർമ്മ ഓലി പ്രധാനമന്ത്രി രാജിവെച്ചതിനെ തുടർന്ന് അവിടെ ഒരു ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തത് സുശീല കാർക്കെയാണ്. അതുകൊണ്ട് തന്നെ നേപ്പാളിലെ ആദ്യ വനിതാ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്ത ആരാണ്? സുശീല കാർക്കി കേട്ടോ. സുശീല കാർക്കി കേട്ടോ. അതുപോലെ തന്നെ ഈ സുശീല കാർക്കി നേപ്പാളിലെ ആദ്യ വനിതാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടിയായിരുന്നു കേട്ടോ. അതുകൊണ്ടൊന്ന് ഓർത്ത് വെക്കണേ. അടുത്ത ചോദ്യം. തീരസംരക്ഷണ സേനയുടെ കോസ്റ്റ് ഗാർഡ് 5ാമത് ആഗോള ഉച്ചകോടി 2027 വേദിയാകുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ്. നമ്മുടെ ഇന്ത്യയിലെ ചെന്നൈയിലാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. തീരസംരക്ഷണ സേനയുടെ അഥവാ കോസ്റ്റ് ഗാർഡിൻ്റെ 5ാമത് ആഗോള ഉച്ചകോടി 2027 വേദിയാകുന്നത് ചെന്നൈയിലാണ് കേട്ടോ. നമ്മുടെ ചെന്നൈയിലാണ്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾക്ക് നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്രം കേരള പുരസ്കാരം 2023-24 മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് വെള്ളിനേഴിയാണ്. പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴിയാണ്. ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്രം കേരള പുരസ്കാരം 2023-24 മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാട്? ഏത് പഞ്ചായത്തിനാണ്? വെള്ളിനേഴി പഞ്ചായത്ത്, പാലക്കാട്. 2025 സെപ്റ്റംബർ 13 ബൈറാബി സൈരാങ് റെയിൽവേ ലൈൻ പ്രധാനമന്ത്രി പദ്ധതി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഏതാണ്? മിസോറാമാണ്. നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നു. 2025 സെപ്റ്റംബർ 13 അതൊന്ന് ഡേറ്റ് ഒന്ന് ഓർത്ത് നോക്കണേ. 2025 സെപ്റ്റംബർ 13 ബൈറാബി സൈരാങ് റെയിൽവേ ലൈൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം മിസോറാം. 2025 ഏഷ്യ കപ്പ് വനിതാ ഹോക്കി ജേതാക്കളാരാണ്? ചൈനയാണ് കേട്ടോ. അപ്പോൾ 2025 ഏഷ്യ കപ്പ് വനിതാ ഹോക്കി ജേതാവാരാണ്? ചൈനയാണ്. വന്ദേ ഭാരതിനെ മറികടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ ഏതാണ്? നമോ ഭാരത് ട്രെയിനാണ് കേട്ടോ. അപ്പോൾ അടുത്തിടെ വന്ദേ ഭാരതിനെ മറികടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ ഏതാണ്? നമോ ഭാരത് ട്രെയിൻ. നമോ ഭാരത് ട്രെയിൻ. 2025 സെപ്റ്റംബർ 14 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ ഏറ്റവും ആധുനികവുമായ സ്പോർട്സ് കോംപ്ലക്സ് ആണ് വീർ സവർക്കർ സ്പോർട്സ് കോംപ്ലക്സ് കേട്ടോ. വീർ സവർക്കർ സ്പോർട്സ് കോംപ്ലക്സ്. 2025 യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പൈതൃക മേഖല ഏതാണ്? വർക്കല ക്ലിഫാണ് കേട്ടോ. അപ്പോൾ അടുത്തിടെ 2025 യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പൈതൃക മേഖല ഏതാണ്? വർക്കല ക്ലിഫാണ് കേട്ടോ.
രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ലോക തേക്ക് കോൺഫറൻസ് വേദി 2025 വേദി എവിടെയാണ്? കൊച്ചിയിലാണ്. ലോക തേക്കാണ്, നമ്മുടെ തേക്ക് മരമില്ലേ, അതാണ്. ലോക തേക്ക് കോൺഫറൻസ് 2025 വേദി കൊച്ചിയാണ്. സ്ത്രീകൾക്കായി ഏഷ്യയിലെ ആദ്യത്തെ സമർപ്പിത ക്യാൻസർ പരിചരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഡൽഹിയിലാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. സ്ത്രീകൾക്കായി, നോട്ട് ചെയ്തോണേ, സ്ത്രീകൾക്കായി ഏഷ്യയിലെ ആദ്യത്തെ സമർപ്പിത ക്യാൻസർ പരിചരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഡൽഹിയിലാണ്. പ്രവാസികൾക്കായി നോർക്ക നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. പ്രവാസികൾക്കായി, നോട്ട് ചെയ്തോണേ, പ്രവാസികൾക്കായി നോർക്ക നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ. തമിഴ്നാട് സർക്കാരിൻ്റെ MS സുബലക്ഷ്മി പുരസ്കാരം ലഭിച്ചതാർക്കാണ്? KJ യേശുദാസിനാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. തമിഴ്നാട് സർക്കാരിൻ്റെ MS സുബലക്ഷ്മി പുരസ്കാരം ലഭിച്ചതാർക്കാണ്? KJ യേശുദാസ്. ആനിമൽ ബർത്ത് കൺട്രോൾ ABC ചട്ടങ്ങൾ പ്രകാരം സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളെ വന്ധീകരണം ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്ന പോർട്ടബിൾ ABC യൂണിറ്റ് ആദ്യം നടപ്പിലാക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. അപ്പം നമ്മൾ ന്യൂസിലെല്ലാം കേട്ട് കാണുമായിരിക്കും, തെരുവ് നായ്ക്കളുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസിലെല്ലാം കേട്ട് സ്ഥിരമായിട്ട് നമ്മുടെ മീഡിയാസിൽ വരുന്ന ഒരു വാർത്തയാണിത് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. ആനിമൽ ബർത്ത് കൺട്രോൾ ആണ് ABC യൂണിറ്റ് കേട്ടോ. അപ്പോൾ ആനിമൽ ബർത്ത് കൺട്രോൾ ABC ചട്ടങ്ങൾ പ്രകാരം സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളെ വന്ധീകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാനുള്ള പോർട്ടബിൾ ABC യൂണിറ്റ് ആദ്യം നടപ്പാക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. പഠിച്ചേ. അടുത്ത ചോദ്യം. ഗർഭിണികൾക്കും പ്രസവാനന്തര അമ്മമാർക്കും ആയുർവേദ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ പരിചരണം നൽകാനായി വനിതാ ഫെഡ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സൂതിക മിത്രം. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഗർഭിണികൾക്കും പ്രസവാനന്തരം അമ്മമാർക്കും ആയുർവേദ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ പരിചരണം നൽകാനായി വനിതാ ഫെഡ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സൂതിക മിത്രം. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ, പഠിച്ചു നോക്കണേ, ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശാണ്. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ സ്വന്തം മലയാളിയായ മോഹൻലാലിനാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023, നോട്ട് ചെയ്തോണേ, 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മോഹൻലാൽ. പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ കേട്ടോ. അപ്പോൾ ആദ്യത്തെ മലയാളി ആരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. അതുകൂടെ ഒന്ന് ഓർത്തിരിക്കണം. അപ്പം നമ്മുടെ ക്ലാസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് സപ്പോർട്ടോടെ ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നികുതി വെട്ടിപ്പും നിയമവിരുദ്ധ വാഹന ഇറക്കുമതിയും ഉൾപ്പെടുന്ന റാക്കറ്റിനെ ലക്ഷ്യം വെച്ചുള്ള കസ്റ്റംസ് നടത്തിയ ഓപ്പറേഷൻ അറിയപ്പെടുന്നത് ഓപ്പറേഷൻ നുംകൂർ ആണ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ അടുത്തിടെ വാർത്തകളിൽ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ ടിബറ്റിൽ നിന്നൊക്കെ വന്നുള്ള വാഹനങ്ങൾ പിടിച്ചെടുത്തെന്നൊക്കെ. ഇത്രയും തന്നെ ഏറ്റവും എളുപ്പമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ വാഹനമൊക്കെ പിടിച്ചിട്ടില്ലേ, രജിസ്ട്രേഷൻ്റെ കസ്റ്റംസിൻ്റെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ കാരണം നമ്മുടെ ദുൽഖർ സൽമാൻ്റെ വാഹനം പിടിച്ചെടുത്തില്ലേ, ആ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ നുംകൂർ കേട്ടോ. അതായത് നികുതി വെട്ടിപ്പും നിയമവിരുദ്ധ വാഹന ഇറക്കുമതിയും ഉൾപ്പെടുന്ന റാക്കറ്റിനെ ലക്ഷ്യം വെച്ചുള്ള കസ്റ്റംസ് നടത്തിയ ഓപ്പറേഷൻ അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ നുംകൂർ കേട്ടോ. ഓപ്പറേഷൻ നുംകൂർ അത് എപ്പോഴും TV യിൽ കാണിക്കുന്ന ഒരു ന്യൂസാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓപ്പറേഷൻ നുംകൂർ എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ നുംകൂർ എന്ന് പറഞ്ഞാൽ? നികുതി വെട്ടിപ്പും നിയമവിരുദ്ധ വാഹന ഇറക്കുമതിയും ഉൾപ്പെടുന്ന റാക്കറ്റിനെ ലക്ഷ്യം വെച്ചുള്ള കസ്റ്റംസ് നടത്തിയ ഓപ്പറേഷൻ അറിയപ്പെടുന്നതാണ് ഓപ്പറേഷൻ നുംകൂർ. ക്ലിയർ ആണേ? അടുത്ത ചോദ്യം. പൊതുജനങ്ങൾക്ക് ജില്ലാ പോലീസ് മേധാവിയോട് വീഡിയോ കോളിലൂടെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ദൃഷ്ടി കേട്ടോ. അപ്പം നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ്, അതുകൊണ്ട് തന്നെ ദൃഷ്ടി കേട്ടോ. ദൃഷ്ടിന്ന് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ എന്താണ്? പൊതുജനങ്ങൾക്ക് ജില്ലാ പോലീസ് മേധാവിയോട് വീഡിയോ കോളിലൂടെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ദൃഷ്ടി. ക്ലിയർ ആണ്? ദൃഷ്ടി.
അടുത്ത ചോദ്യം, 2025 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഔദ്യോഗിക ഗാനം എന്താണ്? ബ്രിങ് ഇറ്റ് ഹോം എന്നാണ് കേട്ടോ. അപ്പോൾ 2025 വനിതാ ക്രിക്കറ്റാണ്, വനിതാ ക്രിക്കറ്റ് വേൾഡ് കപ്പാണ് കേട്ടോ. അപ്പോൾ 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഔദ്യോഗിക ഗാനം എന്താണ്? ബ്രിങ് ഇറ്റ് ഹോം ആണ്. അത് പാടിയത് ശ്രേയ ഘോഷാലാണ്. 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് വേദി എവിടെയാണ്? ഇന്ത്യയിലാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. ഒന്നുകൂടെ പറയാം, 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഇന്ത്യയിലാണ്. 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഔദ്യോഗിക ഗാനം ബ്രിങ് ഇറ്റ് ഹോം ആണ്. ബ്രിങ് ഇറ്റ് ഹോം ആണ്. അത് ആലപിച്ചത് പാടിയതാരാണ്? ശ്രേയ ഘോഷാലാണ്. ശ്രേയ ഘോഷാലാണ്. ക്ലിയർ ആണ്. അടുത്തത്, 2025 സെപ്റ്റംബർ 19 100 അന്താരാഷ്ട്ര T20 വിക്കറ്റുകൾ എന്ന നാഴികക്കല്ലിലേക്ക് എത്തിയ ആദ്യ ഇന്ത്യൻ കളിക്കാരനാരാണ്? അർഷദീപ് സിംഗ് ആണ് കേട്ടോ. അർഷദീപ് സിംഗ് ആണ്. പഠിച്ചു നോക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. 2025 സെപ്റ്റംബർ 19 100 അന്താരാഷ്ട്ര T20 വിക്കറ്റുകൾ എന്ന നാഴികക്കല്ലിലെത്തിയ ആദ്യ ഇന്ത്യൻ കളിക്കാരനാരാണ്? അർഷദീപ് സിംഗ് ആണ്. അർഷദീപ് സിംഗ് ആണ്. വാഹനമിത്ര പദ്ധതി ആരംഭിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ് കേട്ടോ. അപ്പോൾ വാഹനമിത്ര പദ്ധതി ആരംഭിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ലോകത്ത് ആദ്യത്തെ AI ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ച രാജ്യം ഏതാണ്? അൽബേനിയ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു മന്ത്രിയെ തന്നെ AI വെച്ച് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഈ അൽബേനിയക്കാർ തെളിയിച്ചിട്ടുണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ, ലോകത്ത് ആദ്യത്തെ AI ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ച രാജ്യം ഏതാണ്? അൽബേനിയ. അൽബേനിയ. അപ്പോൾ കണക്ട് ചെയ്തോണ്ട് ലോകത്ത് ആദ്യത്തെ AI ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ച രാജ്യം ഏതാണ്? അൽബേനിയ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഭയങ്കര സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. ലോകത്ത് ആദ്യത്തെ AI ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ച രാജ്യം ഏതാണ്? അൽബേനിയ. അൽബേനിയ. ക്ലിയർ ആണ്. 2027 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ് കേട്ടോ. അപ്പോൾ 2027 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ്. സ്കേറ്റിങ്ങിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ആനന്ദകുമാർ വേൽകുമാർ ആണ് കേട്ടോ. വേൽകുമാർ ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. അടുത്തിടെ സ്കേറ്റിങ്ങിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ആനന്ദകുമാർ വേൽകുമാർ ആണ് കേട്ടോ. ആനന്ദകുമാർ വേൽകുമാർ ആണ്. ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാൻ എൻഡറോമിക്സ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ് കേട്ടോ. അപ്പോൾ അടുത്തിടെ ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാൻ എൻഡറോമിക്സ് വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ്. ശ്രീനാരായണ ഗുരു രചിച്ച ഏത് കൃതിയാണ് 14 ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്ത് ഓക്സ്ഫോർഡ് സർവകലാശാലയ്ക്ക് സമർപ്പിച്ചത്? ദൈവദശകമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ദൈവദശകം. അപ്പോൾ എന്താണ്? അടുത്തിടെ ശ്രീനാരായണ ഗുരു രചിച്ച ഏത് കൃതിയാണ് 14 ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്ത് ഓക്സ്ഫോർഡ് സർവകലാശാലയ്ക്ക് സമർപ്പിച്ചത്? ദൈവദശകം എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത് കേട്ടോ. സെപ്റ്റംബർ മാസത്തെ പ്രധാനപ്പെട്ട ഇതുവരെയുള്ള എല്ലാ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ പോയിന്റ്സും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തന്നെ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സപ്പോർട്ട് വളരെ കുറവാണ്. നമ്മൾ വളരെ എഫേർട്ട് എടുത്താണ് ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് നിങ്ങൾ തരിക. അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പോടെ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാർക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കും ഒക്കെ പഠിക്കുന്ന കമ്പൈൻ സ്റ്റഡിയുള്ള ഗ്രൂപ്പുകളിലേക്കും ഒക്കെ നമ്മുടെ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഓഗസ്റ്റ് മാസത്തെ കറണ്ട് അഫെയറിൻ്റെ ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്തേക്കാം. അതുപോലെ തന്നെ കറണ്ട് അഫെയർസ് 2025 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റും ഞാൻ ലിങ്ക് ചെയ്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഈ ഒരു സെപ്റ്റംബർ മാസത്തെ കറണ്ട് അഫെയർ ഇതുവരെയുള്ള കറണ്ട് അഫെയറിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സിൻ്റെ ഈ PDF ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ടെലഗ്രാം ചാനലിൽ. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്ത് ഇരിക്കുക. ടെലഗ്രാം ചാനലിൽ നമ്മൾ പോൾസും ക്വസ്റ്റ്യൻസും ഒക്കെ നടത്തുന്നതിന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ളൊരു ഗ്രൂപ്പാണ് ടെലഗ്രാം ഗ്രൂപ്പ്. അപ്പം അതിലൊന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.